രാവിലെ ജെറി എഴുന്നേൽക്കുമ്പോൾ മുറിയിൽ ആരെയും കണ്ടില്ല. സാധാരണ അവൻ എഴുന്നേൽപ്പിക്കാറുള്ളത് തേയാണ്. എന്നാൽ ഇന്ന് അവൻ തനിയാണ് എഴുന്നേറ്റത്. മമ്മി, പപ്പ, നിങ്ങൾ എവിടെയാ? ജെറി കട്ടിലിൽ കിടന്നുകൊണ്ട് വിളിച്ചു. അവൻ്റെ വിളി കേട്ടിട്ടും ആരും വരാത്തതുകൊണ്ട് ജെറി കട്ടിലിൽ നിന്നും ഇറങ്ങി ബാത്റൂമിൻ്റെ അകത്ത് കയറി നോക്കി. മമ്മിയും പപ്പയും റൂമിലില്ല എന്ന് അവന് മനസ്സിലായി. ജെറി കതക് തുറന്ന് താഴേക്ക് നടന്നു. ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. ജെറി ഓടിച്ചെന്ന് റീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, അമ്മച്ചി, മമ്മിയും പപ്പയും എവിടെ? ഞാൻ റൂമിലൊക്കെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ആഹാ, ജെറിമോൻ എഴുന്നേറ്റോ? മമ്മയും പപ്പയും രാവിലെ ഒരു സ്ഥലം വരെ പോയിരിക്കുവാ. ആനു, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മോന് ഉറങ്ങുമായിരുന്നല്ലോ, അതാ പറയാതെ പോയെ. സാരില്ല, മോനെ ഇന്ന് ജേക്കങ്കളും അലനങ്കളും ജേമിയാന്റിയും കൂടി പുറത്തു കൊണ്ടുപോകും അല്ലേ മക്കളെ? റീനയുടെ വാക്കുകൾ കേട്ട് അങ്ങനെ ഒരു പ്ലാനിനെ പറ്റി നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന അർത്ഥത്തിൽ അവർ മൂവരും തമ്മിൽ തമ്മിൽ നോക്കി. അല്ല മമ്മി, അതെപ്പോ? ആ, കുറച്ചു മുൻപല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത് ജെറിയെ കൊണ്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ പോവാണെന്ന്. ഇത്ര പെട്ടെന്ന് മറന്നു? റീന കണ്ണുരുട്ടിക്കൊണ്ട് അവരോട് ചോദിച്ചു. എതിർത്തു പറഞ്ഞാൽ റീന അവരെ ശരിയാക്കുമെന്ന് മനസ്സിലാക്കിയ ജേക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അതെ, ആന്റി പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തതാ. ജെറിമോനെ വേഗം ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കി. നമുക്ക് പോണ്ടേ? നമുക്ക് റൈഡ്സിലൊക്കെ കയറി മോന് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ആനു, നമ്മൾ ശരിക്കും അമ്യൂസ്മെന്റ് പാർക്കിൽ പോവാനോ? ജെറിയുടെ സന്തോഷം കണ്ട് എല്ലാവരും ചിരിച്ചു. എങ്കി മോൻ വാ, നമുക്ക് റെഡിയാവാം. ഓക്കേ അങ്കിൾ. അങ്ങനെ ജെറി സന്തോഷത്തോടെ ജേക്കിന്റെയും അലന്റെയും കൂടെ റെഡിയാവാൻ പോയി. അവർ പോയപ്പോൾ ജെയ്മി റീനയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ജിമ്മിച്ചനും ചേച്ചിയും എവിടെയാ പോയതെന്ന് പറഞ്ഞോ? ജെറിയെ പുറത്തു കൊണ്ടുപോകുന്ന കാര്യം എന്താ ഞങ്ങളോട് നേരത്തെ പറയാതിരുന്നേ? ഇന്നലെ ജിമിൻ എന്നോട് അവന് ഇന്ത്യയിൽ പോകുന്നതിന് മുമ്പ് തേയെ കൊണ്ട് എങ്ങോട്ടോ പോണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എത്ര ചോദിച്ചിട്ടും എവിടേക്കാണെന്നൊന്നും പറഞ്ഞില്ല. വെളുപ്പിനെ പോവും, വരാൻ ലേറ്റ് ആവും എന്നൊക്കെയാ പറഞ്ഞത്. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. ജെറിയുടെ കാര്യം അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഇന്നലെ മനസ്സിലോർത്തതാ, പിന്നെ പാക്കിങ്ങിന്റെ തിരക്ക് വിട്ടു. അവരെ കാണാതാവുമ്പോ അവൻ വിഷമിക്കില്ലേ? അതാ ഞാൻ ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. ആ, എന്തായാലും അവര് പോയിട്ട് വരട്ടെ. അല്ലെങ്കിലും ഒരു ചേഞ്ച് ഓഫ് പ്ലേസ് അവർക്ക് അനിവാര്യ. രണ്ടുപേരും തനിയെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യട്ടെ. ഞാനും അങ്ങനെ തന്നെ കരുതി. എന്തായാലും നീ പോയി റെഡി ആവ്. ശരി മമ്മി. ഇല്ല, കുറച്ചുകൂടി. ജിമി ബെഡിന്റെ ഒരു വശത്തേക്ക് തളർന്നു കിടന്നു. തേയ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. അതെ, സമയം എത്രയായെന്ന് വല്ല ബോധമുണ്ടോ? നേരം വെളുത്തിട്ട് കുറെ നേരായി. വീട്ടിൽ ഇപ്പൊ ജെറി എഴുന്നേറ്റിട്ടുണ്ടാവും. നമ്മളെ തിരക്കി കാണും. അതോർത്ത് നീ പേടിക്കണ്ട, മമ്മി എന്തെങ്കിലും ചെയ്തു കാണും. അതെ, എനിക്ക് വിശക്കുന്നു. അതിനെന്താ, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാലോ. നിനക്ക് എന്താ വേണ്ടത്? ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ജിമിൻ ഫോൺ ഓൺ ആക്കിയപ്പോൾ ജെയ്മിയുടെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ അവന് വന്നു. മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ ജെറിയുടെ വോയിസ് മെസ്സേജ് ആയിരുന്നു. അപ്പാ, മമ്മി, ഞാന് ജേക്കങ്കളുടെയും അലനങ്കളുടെയും ജെയ്മാന്റിന്റെയും കൂടി പാക്കി പോവാനേ. ഐ മിസ് യു. ജെറിയുടെ ശബ്ദം കേട്ട് ജിമിന്റെയും തേയുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഞാൻ പറഞ്ഞില്ലേ ജെറിയുടെ കാര്യം മമ്മി കൈകാര്യം ചെയ്യുമെന്ന്. ഇപ്പൊ കണ്ടില്ലേ, അവൻ അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പോയി. എനിക്കിപ്പോഴാ സമാധാനായത്. നോക്കി നിൽക്കാതെ റിപ്ലൈ കൊടുക്ക്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ജെമിയെ വിളിക്കാം. തേയ ഫോൺ എടുത്ത് ജെമിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ചേച്ചി, എന്തു പറ്റി?
ഒന്നുമില്ല ജെമി, ഞാൻ ഇച്ചാന് ഇപ്പഴാ നിന്റെ മെസ്സേജ് കണ്ടത്. നിങ്ങളിപ്പോ എവിടെയാ? ജെറി എന്തിയേ? ആഹാ, മെസ്സേജ് ഇപ്പോഴാണോ കണ്ടത്? ഞാൻ അത് അയച്ചിട്ട് ഇപ്പൊ ഏകദേശം 1 മണിക്കൂറായി കാണുമല്ലോ. എന്താ പരിപാടി? ആരോടും പറയാതെ രണ്ടുപേരും കൂടി ഇതെങ്ങോട്ടാ മുങ്ങിയേ? എടി നീ എങ്ങോട്ടേ കയറി പോകുന്നേ? അത് ശരി, അപ്പൊ ഫോൺ സ്പീക്കറിലിട്ട് രണ്ടുപേരും കൂടി ആണല്ലേ സംസാരിക്കുന്നത്? കൊള്ളാം കൊള്ളാം, എന്തായാലും നടക്കട്ടെ. ഞാൻ എന്തായാലും നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ലേ? എടി, ചുമ്മാ നിന്ന് കളിക്കാതെ ഫോൺ ജെറിക്ക് കൊടുക്ക്. ഞങ്ങളുടെ കൊച്ചിനോട് സംസാരിക്കാനാ വിളിച്ചത്, അല്ലാതെ നിന്നോടല്ല. ഓ, ആയിക്കോട്ടെ. ദേ, ജെറി എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ജെയ്മി ജെറിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ഹലോ ഹലോ മോനെ, ഫുഡ് കഴിച്ചോ? മോനിപ്പോ എന്ത് ചെയ്യുവാ? ഞാൻ ഫുഡൊക്കെ കഴിച്ചു മമ്മി. ഞാൻ ഇപ്പോ അമ്യൂസ്മെന്റ് പാർക്കിലാ. ഞാൻ കൊറേ കഴിച്ച് കയറി, ഒപ്പം ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ എന്താ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയേ? അത് പിന്നെ മോൻ എപ്പോഴും ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് മോന് കൂടെ കളിക്കാൻ ഒരു അനിയനെയോ അനിയത്തിയോ കൊണ്ടുവരാൻ വേണ്ടി പോയതാ ഞങ്ങൾ. ജിമിൻ ജെറിയോട് സംസാരിക്കുന്നത് കേട്ട് തേയ അവന്റെ കയ്യിലടിച്ചു. അതിന് ഞാനുള്ള കാര്യല്ലേ പറഞ്ഞേ. ഈ മനുഷ്യന് ഉച്ചൊന്നും ഇല്ല. സത്യാണോ പപ്പ? നിങ്ങൾ തിരിച്ചു വരുമ്പോ എനിക്ക് അനിയനെ അനിയത്തിയോ കൊണ്ടുവരൂ. ഇപ്പൊ ഞങ്ങള് അവരെ കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ. കുറച്ചു നാള് കഴിയുമ്പോ അവര് വരും. ആട്ടെ, മോന് അനിയനെ വേണോ അതോ അനിയത്തിയെ വേണോ? എനിക്ക് അനിയത്തിയെ മതി. ആണോ? എങ്കി മോൻ പ്രാർത്ഥിക്കണേ, എങ്കിലേ അനിയത്തി വരൂ. ആ, ഞാൻ പ്രാർത്ഥിക്കാം പപ്പ. മോനെ, അങ്കിളുമാരെയും ആന്റിയും ബുദ്ധിമുട്ടിക്കാതെ നല്ല കുട്ടിയായി ഇരിക്കണം, കേട്ടല്ലോ? കേട്ടു മമ്മി. ശരി മോനെ, എങ്കി വൈകിട്ട് വരുമ്പോ കാണാവേ. ഓക്കെ മമ്മി, ഞാൻ ആന്റിയുടെ കൈ കൊടുക്കാവേ. ജെറി തിരികെ ഫോൺ ജെയ്മിയുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ ശരി, നിങ്ങളുടെ പ്രാർത്ഥന നടക്കട്ടെ, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. പിന്നെ ജിമ്മിച്ചായ, ചേച്ചിയെ ജീവനോടെ വെച്ചേക്കണേ. അയ്യേ, നാണക്കേട്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഇതിപ്പോ ജെയ്മി എല്ലാം കേട്ടു. അതിനിപ്പോ എന്താടി, നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാ. ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നത് മോശാണോ? അല്ലല്ലോ. നീ ഇതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക്. പിന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്? നിങ്ങൾ ഓരോന്നും പറഞ്ഞിരിക്കാതെ ഫുഡ് ഓർഡർ ചെയ്യ്. വീട്ടിൽ ജൂണും ജീനിയും ബാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് നാളെ പോവാനുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പൊ നമ്മള് ഇന്ത്യയിൽ ചെന്നിട്ട് വരുന്ന സൺഡേ കമ്പനിയിലെ ന്യൂ പ്രോജക്ട് ലോഞ്ചും ന്യൂ മാനേജ്മെന്റും ഒരുമിച്ച് നടത്തുന്നു. ഞാൻ കാര്യങ്ങൾ റെഡിയാക്കാൻ ഡാനിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് നടത്തുന്നത് തന്നെയാ നല്ലത്, അല്ലെങ്കിൽ പിന്നെ നല്ല ചെലവല്ലേ. ഇതിപ്പോ ചെലവ് പേടിച്ചിട്ടല്ല, പൈസ എത്ര വേണമെങ്കിലും മുടക്കാം. പക്ഷേ ഈ 2 ന്യൂസും ഒരുമിച്ച് പുറത്തു പോകുമ്പോ ഉണ്ടാവുന്ന പബ്ലിസിറ്റി വലുതാ. ആ അതെ, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് മാർക്കറ്റിൽ കുതിച്ചു വരും. ബിസിനസ് ഫീൽഡിൽ ഒരു പുതിയ സംരംഭം ഇതാദ്യമായിട്ടാ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആട്ടെ, നിങ്ങൾ അവിടെ ചെന്നിട്ടുള്ള പ്രോഗ്രാംസിനെ പറ്റി SA ഗ്രൂപ്പ്സുമായി സംസാരിച്ചു? പിന്നെ സംസാരിക്കാതെ, അന്ന് ബെഞ്ചമിൻ വന്നപ്പോ ഞാൻ ഈ 2 ഫംഗ്ഷനും ഒരുമിച്ച് നടത്താൻ ആലോചിക്കുന്നതിനെ പറ്റി അവനോട് ചോദിച്ചിരുന്നു. അവൻ അബ്രഹാമുമായി സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. 2 ദിവസം മുൻപ് അബ്രഹാം വിളിച്ചിട്ട് ഇങ്ങനെ നടത്താമെന്ന് ഉറപ്പിച്ചത്.
മീഡിയാസ്, ബാക്കിയുള്ള ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവർക്കുള്ള ഇൻവിറ്റേഷൻ ഇന്ത്യയിൽ എത്തിയിട്ട് അയക്കാം. പിന്നെ അവിടെ ചെന്നിട്ടും വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ആണ് ജിമിനും തേയും ബൈക്കിലെത്തുന്നത്. രണ്ടുപേരും അകത്ത് കയറി വരുന്നത് കണ്ട് ജീനി ചോദിച്ചു. ആഹാ, നിങ്ങൾ എത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു വൺ ഡേ ട്രിപ്പ്? നല്ലതായിരുന്നു ചേച്ചി. നിങ്ങൾ എവിടെയാ ആക്ച്വലി പോയത്? പ്രത്യേകിച്ചെങ്ങും പോയില്ല. ഞങ്ങളിങ്ങനെ ഫുൾ റെസ്റ്റിങ്ങിലായിരുന്നു. ഏ, റെസ്റ്റിങ്ങോ? ആ, അത് പിന്നെ നമ്മുടെ അടുത്തുള്ള പാർക്ക്, പിന്നെ വെറുതെ ബുസാൻ വരെ ഒന്ന് പോയി, ബീച്ചിലെ ഫുഡ് കഴിച്ചു, ഫിലിം കണ്ടു, അങ്ങനെ റെസ്റ്റിംഗ്. അതാ ഉദ്ദേശിച്ചേ. ജെറിയൊക്കെ തിരിച്ചു വന്നില്ലേ മമ്മി? ഇല്ല മോളെ, അവര് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ അവനെ ജെമിയുടെ ഒപ്പം പുറത്തു വിട്ടത് കൊണ്ട് നിങ്ങളെ കാണാതെ ഇവിടെ അധികം ബഹളമൊന്നും വെച്ചില്ല. ഇവിടെ എന്തായിരുന്നു പരിപാടി? എല്ലാവരും കൂടി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇവരെല്ലാവരും കൂടി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി നാട്ടിൽ ചെന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു. മമ്മി, പപ്പ. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പുറത്തുനിന്നും ജെറി ഓടി അകത്തു വന്നു. അവൻ ചെന്ന് തേയെ കെട്ടിപ്പിടിച്ച് തേയെ അവനെ വാരിയെടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? പാർക്കിലൊക്കെ പോയി എൻജോയ് ചെയ്തോ? ചെയ്തു. നല്ല രസായിരുന്നു. കൊള്ളാലോ ജിമ്മിച്ച, നിങ്ങൾ ബൈക്കിലാണോ ട്രിപ്പ് പോയേ? ഇത് അങ്ങനെ പുറത്തെടുത്ത് കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ എടുക്കും. അതിന് നിനക്കെന്താ? ചേടാ, ഇതിപ്പോ മനുഷ്യന് ചോദിക്കാനും മേലേ. ആരെങ്കിലും എന്റെ കയ്യിൽ നിന്ന് ഈ സാധനം ഒന്ന് പിടിക്കാമോ? എന്റെ കൈ പൊടിയും. എല്ലാം കൂടി എന്റെ കൈ തന്നിട്ട് 2 കൂടി സുഖിച്ചു നിൽക്കുവാണല്ലോ. ഓ, നീ നലയ്ക്കാതെ ഇങ്ങത്താ, ഞാൻ പിടിക്കാം. മമ്മി, പപ്പ, എന്റെ അനിയത്തി എപ്പോഴാ വരുന്നേ? ഏ, അനിയത്തിയോ? അതൊക്കെ എപ്പോ? ജൂൺ ചേട്ടായി, നിങ്ങൾക്ക് ടൈറ്റ് കോമ്പറ്റീഷനായി ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. വൈകാതെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വേറൊരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള എല്ലാ വകയും ഞാൻ കാണുന്നുണ്ട്. എടി, നിന്നെ ഞാൻ. അയ്യോ എന്റെ അമ്മച്ചിയെ, ഞാൻ പോന്നു. ഞാനിപ്പോ വരാം. തേയ നാണത്തോടെ പറഞ്ഞുകൊണ്ട് ജെറിയുമായി അവിടെ നിന്നും പോയി. ഷൂ, അവക്ക് നാണായി കാണും. എന്റെ മോനെ ഓർത്ത് എനിക്ക് അഭിമാനേ ഉള്ളൂ. അവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. അത് പിന്നെ ചേട്ടായിയുടെ അല്ലേ മോൻ, അതുകൊണ്ട് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. തേയ ജെറിയുമായി റൂമിൽ കയറി ജെറിയെ കട്ടിലിരുത്തി. മമ്മി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് എപ്പോഴാ ഒരു അനിയത്തി വരുന്നേ? മോൻ നല്ലതുപോലെ പ്രാർത്ഥിച്ചാ മതി, അപ്പോ അനിയത്തി വരും. ആണോ മമ്മി? ആണല്ലോ. അപ്പോഴേക്കും ജിമിൻ റൂമിലേക്ക് കയറി വന്നു. മോൻ പ്രാർത്ഥിച്ച ഉറപ്പായും അനിയത്തി വരും. എന്നാലേ ഞാൻ എന്നും പ്രാർത്ഥിക്കും എനിക്കൊരു അനിയത്തിയെ തരണേന്ന്. പക്ഷേ ഒരു കാര്യണ്ട്. എന്തുവാ പപ്പാ? മോൻ പ്രാർത്ഥിക്കുമ്പോ മമ്മിയും പപ്പയും കൂടി പ്രാർത്ഥിക്കണം. പിന്നെ പ്രാർത്ഥിക്കുന്നത് രാത്രിയിലാണ്. മോൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോ മമ്മിയും പപ്പയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതെന്താ പപ്പ അങ്ങനെ? അങ്ങനെ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ മോനെ. അതുകൊണ്ട് ഇനി മുതൽ മോൻ മമ്മിയുടെയും പപ്പയുടെയും കൂടെയല്ല, തന്നെ വേണം ഉറങ്ങാൻ കിടക്കാൻ. എന്നാലേ മമ്മിക്കും പപ്പയ്ക്കും കുഞ്ഞുവാവയെ കൊണ്ടുവരാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റൂ. ജിമിന്റെ വാക്കുകൾ കേട്ട് തേയ അവന്റെ കയ്യിൽ ഒരു നുള്ളു കൊടുത്തു. ആ, നിങ്ങളുടെ കളി ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. മോന്റെ അടുത്ത് ഇങ്ങനെയാണ് സംസാരിക്കുന്നേ. കുറച്ചു മുമ്പ് കണ്ടല്ലോ, ഞാൻ ആകെ നാണം കേട്ടു. ഇനി എങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കൂ? ഓ പിന്നെ അതൊക്കെ അവര് വെറുതെ പറയുന്നതല്ലേ, നീ കാര്യാക്കണ്ട. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. വാ മോനെ, മമ്മി കുളിപ്പിക്കാം. പാർക്കിലൊക്കെ പോയിട്ട് വന്നതല്ലേ. തേയ ജെറിയെ കൊണ്ട് നേരെ ബാത്റൂമിന്റെ അടുത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും പോകുന്നത് നോക്കി ജിമിൻ ചിരിച്ചുകൊണ്ട് നിന്നു. ജെയ്ക്കും അലനും മുറിയിൽ നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കുകയായിരുന്നു. എടാ,
ഡാഡി പറഞ്ഞു നമ്മൾ ഇന്ത്യയിൽ എത്തിയിട്ട് വരുന്ന നെക്സ്റ്റ് സൺഡേ ആണ് സെലിബ്രേഷൻ വെച്ചിരിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ കയ്യിൽ ഒരു വീക്ക് ഉണ്ട്. ഒരു വീക്കിന്റെ ഉള്ളിൽ നമുക്ക് ട്വിങ്കിളുടെ വീട്ടിൽ പോയി അവളെ കാണണം. അതൊക്കെ നമുക്ക് പോവാടാ, ഞാനില്ലേ നിന്റെ കൂടെ. ഞാൻ തേയോട് ചോദിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുക. എന്ത്? ട്വിങ്കിളിന്റെ ഫോട്ടോ. ഓ, അത് ശരിയാണല്ലോ. ബെഞ്ചമിൻ ചേട്ടായി നിനക്ക് അയച്ചു തന്ന ഡീറ്റെയിൽസിൽ അവളുടെ ഫോട്ടോ ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. ചേട്ടായുടെ കയ്യില് ഫോട്ടോ ഒന്നും ഇല്ലാന്നാ പറഞ്ഞേ. എങ്കിൽ ഞാൻ സച്ചിനെ വിളിക്കാം, അവന്റെ കൈ കാണുമായിരിക്കും. അത് ശരിയാണല്ലോ, ഞാൻ അവന്റെ കാര്യം മറന്നുപോയി. നീ അവനൊരു മെസ്സേജ് അയക്കി. അവളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അയക്കാൻ പറയും. ഞാൻ ചോദിച്ചു നോക്കാം. അങ്ങനെ അലൻ സച്ചിന് മെസ്സേജ് ചെയ്തു. അവൻ സീനാക്കിയിട്ടില്ല, റിപ്ലൈ വരുമ്പോ പറയാം. ശരിടാ. ഇതേ സമയം കിച്ചണിൽ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസ് നടക്കുകയായിരുന്നു. അവിടേക്ക് തേയ കയറി വന്നു. ആഹാ, നീ എത്തിയോ? ഞാൻ കരുതി ക്ഷീണം കാരണം നീ വരില്ലായിരിക്കുമെന്ന്. ജീനിയുടെ വാക്കുകൾ കേട്ട് തേയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ ഒന്നും പറയാതെ മുഖം കുനിച്ചു നിന്നു. അതെ, ഇതാരാ എന്റെ നാത്തൂനെ കളിയാക്കുന്നേ? പറച്ച് കേട്ടാ തോന്നും താങ്കൾക്ക് ഇതൊന്നും ബാധകമേ അല്ലെന്ന്. 10 മാസം കഴിയുമ്പോ ഇതുവരെ ക്ഷീണിച്ചതിന്റെ സമ്മാനം കിട്ടും. ആ, എന്തത് പിള്ളേരെ, നിങ്ങൾ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നേ. പിന്നെ ജെമി, നിനക്കിതൊന്നും പറയാനുള്ള ടൈം ആയിട്ടില്ല. ആദ്യം മോളുടെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് മതി. ആ, അതെ അതെ, ചെറിയ വലിയ വർത്താനം വേണ്ട. അത് ശരി, ഞാനിപ്പോ എന്റെ നാത്തൂനെ സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോ എന്നെ ഇട്ട് അലക്കുവാണല്ലേ. നടക്കട്ടെ നടക്കട്ടെ, ഞാനായിട്ട് നിർത്തുന്നില്ല. പിന്നെ ചേച്ചി, ജീനി ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ പായസം വെച്ചു. ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന ദിവസം ഞാൻ ബിരിയാണി വെക്കും, നോക്കിക്കോ. അതെ, ബിരിയാണി ഒക്കെ നമുക്ക് പിന്നെ വെക്കാം. നീ ആദ്യം ഈ ചപ്പാത്തി ഉണ്ടാക്ക്, ഞങ്ങളെ ദേ ഇപ്പൊ വരാം. ഓ, എന്നെ നൈസായിട്ടങ്ങ് ഒഴിവാക്കുവാണല്ലേ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? എന്താ ജീനി ചേച്ചി, ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ പോവാണോ? നിന്നെ ഇന്ന് ഞാൻ. അവളെ വിട്ടേക്ക് ചേച്ചി, അധികം ദേഹനക്കണ്ട. തേയ പറഞ്ഞതുകൊണ്ട് നിന്നെ വെറുതെ വിടുന്നു. വാ തേയ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ജീനി തേയെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. രണ്ടുപേരും മുകളിലെ ബാൽക്കണിയിൽ ചെന്നു നിന്നു. തേയ, ഞാനും ചാനും ഒരിക്കലും പ്രതീക്ഷിക്കാതെ കടന്നു വന്നതാ ഈ സന്തോഷം. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് 1 വർഷം ഞങ്ങൾ ഫുൾ കറക്കവും ട്രിപ്പും ഒക്കെ ആയിരുന്നു. നിനക്കറിയോ, ഞങ്ങളുടേത് ലവ് മാരേജാ. സത്യാണോ? അതെ, പക്ഷെ ഈ കാര്യം ജിമിന് മാത്രമേ അറിയൂ. ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന ടൈമിൽ ഡിസൈഡ് ചെയ്ത കല്യാണം കഴിഞ്ഞ കുറെ ഇടങ്ങളിൽ ട്രാവൽ ചെയ്യണമെന്ന്. ഞങ്ങൾ അങ്ങനെ കുറെ യാത്രയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ നീ ഉണ്ടായിരുന്നുവെങ്കിലും നീ ഇല്ലാത്ത ടൈമിൽ ആന്റി ജെറിയെ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമെന്ന് ഓർത്താ ഞാനും ഇച്ചാനും ഇവിടെ വന്നത്. പിന്നെ 2 വർഷം പോയത് എങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇച്ചായൻ പറഞ്ഞു, നമുക്കും ഒരു ഫാമിലി വേണ്ടേന്ന്. സത്യം പറഞ്ഞ അന്ന് മുതൽ ഞങ്ങളും ആലോചിച്ചു തുടങ്ങി ഒരു കുഞ്ഞിനെ പറ്റി. പക്ഷെ ദൈവം ഇത്രയും വേഗം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് കരുതിയില്ല. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞു വരാൻ പോവല്ലേ, അതിൽ പരം എന്ത് സന്തോഷാണുള്ളത്. ശരിയാ, എങ്കിലും ഇനി ഇവിടേക്ക് ഒരു തിരിച്ചുവരവില്ലെന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ഏയ് ചേച്ചി, എന്താ ഇത്? സങ്കടപ്പെടാതെ. എനിക്കിവിടെ ഒരുപാട് ഇഷ്ടാ. ഇനി അതിഥികളായി മാത്രമേ വരാൻ പറ്റുകയുള്ളൂ എന്ന് ഓർക്കുമ്പോ. ആര് പറഞ്ഞു നിങ്ങൾ അതിഥികളാണെന്ന്? ഒരിക്കലല്ല, നിങ്ങളെ രണ്ടുപേരും ഇവിടെ തങ്കങ്ങളാ. എപ്പോ വേണമെങ്കിലും വരാൻ പോവാം. ഞങ്ങൾ എപ്പോഴും നിങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടാവും. സത്യം പറഞ്ഞ നിന്റെ സംസാരം കേൾക്കുമ്പോ ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് തന്നെ തോന്നുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ ചോദിക്കാൻ വിട്ടു, എന്തായിരുന്നു രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് മുങ്ങിയത്? ജെറി പറഞ്ഞതുപോലെ വല്ല പ്ലാനിങ് ഉണ്ടോ? അങ്ങനൊക്കെ ചോദിച്ചാ ഇല്ലാതില്ല. പിന്നെ ചേച്ചിയോട് എനിക്ക് പ്രത്യേകം താങ്ക്സ് പറയാനുണ്ട്, എനിക്ക് ആ സമ്മാനം തന്നതിന്. അമ്പടി, അവസാനം നീ ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചല്ലേ? അതെ അതെ,
ഇതിന് ഇത്രയും ഇഫക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ചാകാതെ ഇവിടം വരെ എത്തിയത് തന്നെ ഭാഗ്യം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഭർത്താക്കന്മാരെ കയ്യിലെടുക്കാനുള്ള അല്ലറ ചില അടവുകളാണ് ഇതൊക്കെ. ഞാനത് വാങ്ങിയ സൈറ്റിന്റെ ലിങ്ക് തരാം, കുറച്ച് കയ്യിൽ കരുതി വെച്ചോ, ആവശ്യം വരും. ശരി ചേച്ചി. പിന്നെ ഇനിയൊരു കുഞ്ഞിനെ പറ്റി ആലോചിക്കുമ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനമെടുത്തു എന്ന തോന്നലുണ്ടാവരുത്. മാനസികമായി ശാരീരികമായുള്ള പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റാ. ഞാനിനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുമെന്ന് കണ്ടറിഞ്ഞാണാം. എനിക്കറിയാം ചേച്ചി. ചേച്ചി പേടിക്കാതിരിക്കും, എല്ലാം നന്നായി നടക്കും. ചേച്ചിമാരെ, ഡിന്നർ റെഡിയായി, കഴിക്കാൻ വായോ. ജെയ്മി ഫുഡ് കഴിക്കാൻ താഴെ നിന്നും വിളിക്കുന്നത് കേട്ട് അവർ രണ്ടുപേരും താഴേക്ക് പോയി. രാവിലെ തന്നെ എല്ലാവരും സാധനങ്ങൾ പാക്ക് ചെയ്ത് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ അവരെ യാത്രയ്ക്ക് റിജോ എത്തിയിരുന്നു. ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപ് ജിമിൻ റിജോയോടായി പറഞ്ഞു, അപ്പൊ ശരി, 2 മാസം കഴിഞ്ഞ് കാണാം. എൻ്റെ ആബ്സൻസി കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത് നീയാ. എന്ത് എമർജൻസി ഉണ്ടെങ്കിലും അറിയിക്കണം. ഓക്കെ? ഷുവർ സാർ. ധൈര്യമായിട്ട് പോയിട്ട് വാ. എവറിത്തിങ് വിൽ ബി അണ്ടർ കൺട്രോൾ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ദെൻ, ഗുഡ് ബൈ. കാണാം. ഗുഡ് ബൈ സാർ. ഹാവ് എ സേഫ് ഫ്ലൈറ്റ്. അങ്ങനെ റിജോയുടെ യാത്ര പറഞ്ഞ് ജിമിനും കുടുംബവും എയർപോർട്ടിലേക്ക് പ്രവേശിച്ചു. പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് അവർ ഫ്ലൈറ്റിൽ കയറി. ബിസിനസ് ക്ലാസ്സിലായിരുന്നു യാത്ര. ജെറിയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ജിമിൻ്റെയും തേയുടെയും നടുവിലായി അവൻ ഇരുന്നു. ഫ്ലൈറ്റ് എടുക്കാറായി എന്ന് പൈലറ്റ് അനൗൺസ് ചെയ്തു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം സൗത്ത് കൊറിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്ലെയിൻ ഉയർന്നു പറന്നു. ഇനി ഇന്ത്യയിൽ വെച്ച് കാണാം.